നമസ്കാരം. നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വിന്റർ ഹെവന്റെ പുതിയൊരു ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞിട്ട് നമ്മൾ കൊല്ലം ജില്ലയിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹം തന്നെ സ്വയം അത് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും. പറഞ്ഞാട്ടെ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സലീം എന്നാണ്. നമ്മൾ നല്ല അറിയപ്പെടുന്നൊരു ഫാമിലി ആയിരുന്നു. നമ്മൾ 11 പേര് അംഗങ്ങളായിരുന്നു. എല്ലാവരും വിദേശത്തൊക്കെ പോയവരാണ്. എല്ലാവരും സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഇപ്പോൾ പിന്നോക്കത്തിലേക്ക് എത്തി. ഗൾഫ് ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജീവിതം എന്നും പറഞ്ഞൊക്കെയാണ് എല്ലാവരും ചെന്ന് ഇറങ്ങുന്നത്. നമ്മളെല്ലാവരും ഇറങ്ങിയാൽ സംസാരിക്കാൻ കുറച്ച് പറഞ്ഞോളൂ. അപ്പൊ എത്ര വർഷങ്ങളായി ഗൾഫിൽ പോകുന്നു? ഞാൻ പോകുന്നെന്ന് പറയുമ്പോഴത്തേക്ക് 32 വർഷമായി. ജിദ്ദയിലാണ്. ശരി. എൻ്റെ 2-3 സ്പോൺസറായി. ആദ്യത്തെ സ്പോൺസറിൻ്റെ അവിടെ 9 വർഷം നിന്ന്, രണ്ടാമത്തെ സ്പോൺസറിൻ്റെ അവിടെ ഇപ്പം നിൽക്കുന്നത് 22 വർഷം. പിന്നെ 1.5 വർഷം കഫറൽ ബാത്തിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന്. അങ്ങനെയാണ് 32 വർഷം ആയി. പിന്നെ പാരമ്പര്യമായിട്ട് 3 മക്കളുണ്ട്. അതിൽ മൂത്ത 2 മക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചു. അതിൻ്റെ ആവശ്യമായിട്ടാണ് ഞാൻ വിദേശത്ത് നിന്ന് വന്നത്. മറ്റന്നാൾ രാവിലെ ഞാൻ പോകും. മറ്റന്നാൾ രാവിലെ അദ്ദേഹം ജിദ്ദയിലേക്ക് തിരിക്കും. അപ്പോൾ ജിദ്ദയിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാനാണ് നമ്മൾ വന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ 3-4 ജില്ലകൾ ഇങ്ങനെ കഴിഞ്ഞു വരികയാണ്. നമ്മൾ കാസർഗോഡ് പോയി, എന്നിട്ട് മലപ്പുറം നമ്മൾ കയറി, തൃശ്ശൂർ വഴി നമ്മൾ തിരിച്ചിങ്ങനെ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ കറങ്ങി. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ തിരുവനന്തപുരം കൊല്ലം ജില്ലയൊക്കെ ടച്ച് ചെയ്താണ് നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്ത് വന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. ക്യാമറ അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ പറയാനുണ്ട്. അപ്പൊ മക്കൾ എത്ര പേരാ? മക്കൾ 3 പേരാണ്. 2 പെൺകുട്ടികളാണ്. അവർ വിവാഹം കഴിപ്പിച്ചയച്ച്. മോനൊക്കെ 10-22 വയസ്സാണ്. അവൻ കോഴ്സിലൊക്കെ പ്രായത്തിയുണ്ട്. ഒരു ഗവൺമെന്റ് ജോലിയിലേക്കാണ് താല്പര്യം. പക്ഷേ അവനും വിദേശത്തേക്ക് പോകണം. പഠിക്കുന്ന മക്കളാണ്, നല്ല മക്കളല്ലേ. അവരെയൊക്കെ ദൈവാധീനം കൊണ്ട് എന്തായാലും അവരൊക്കെ സർക്കാർ സർവീസിലൂടെ കയറി വരും. എല്ലാവരും ഗൾഫിൽ പോകണമെന്നില്ല, എങ്കിലും കയറി വരും. എല്ലാവരും നല്ല നിലയ്ക്ക് എത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി എത്ര വർഷമായി ഗൾഫിൽ പോയിട്ട്? ഞാൻ 32 വർഷമായി. 32 വർഷം. പിന്നെ 1-2 വർഷം കൂടെ ഒക്കെ നിന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ 60 വയസ്സൊക്കെ ആയില്ലേ. അപ്പം എന്തെങ്കിലും നാട്ടിൽ തന്നെ കൂടണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. നാട്ടിൽ വരുമ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ചൊരു ബിസിനസ് ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഗംഭീരമാക്കാനുള്ള ഒരു തീരുമാനമുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കാര്യങ്ങളിലേക്ക് വരും. അപ്പോൾ അപ്പോഴ് നല്ല ഒരു സംവിധാനത്തിലേക്ക് വരും. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. പിന്നെ വൈഫിന് ജോലി ഉണ്ടോ? ഇല്ല, വൈഫ് വീട്ടിലാണ്. ജോലിയല്ല, ഹൗസ് വൈഫാണ്. എല്ലാ കാര്യത്തിലും കട്ട സപ്പോർട്ടല്ലേ? സപ്പോർട്ടൊക്കെ. മക്കൾ എത്ര പേര്? 2 മക്കള്. മൂത്ത 2 പെൺകുട്ടി, ഒരാണ്. അങ്ങനെ 3 പേര്. 3 പേര്. 2 പെൺപിള്ളേർ, ഒരു മോനും കൂടെ ചേർത്ത്. മകനാണിപ്പം നന്നായി പഠിക്കുന്നുണ്ട്. സ്പോർട്സിൽ നല്ല ഇതാണ്. എല്ലാ സ്റ്റേറ്റ് ഒക്കെ പോയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോയി നല്ല ഇത് തന്നെ. സ്പോർട്സിൽ ഇപ്പം പിന്നെ കൊല്ലായിൽ ബ്രദേഴ്സിൻ്റെ അവർ കളിക്കുന്നുണ്ട്. ബ്രദേഴ്സിലാണ് ഇപ്പം കളിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിന്നേഴ്സിലാണ് കളിക്കുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹം ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ പിന്നെ സർക്കാർ സർവീസിൽ ജോലിക്ക് കയറാൻ എളുപ്പം കിട്ടും കേട്ടോ. അത് കൊള്ളാം. അപ്പൊ അങ്ങനെ കൊള്ളാം. അപ്പൊ നമ്മള് ഇന്ന് യാത്രകൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ വന്നുകൊണ്ടിരിക്കുക. നമുക്കതൊരു വളരെ ഇന്ന് സന്തോഷകരമായ ഒരു യാത്ര ദിവസമാണ്. കാരണം അദ്ദേഹം എൻ്റെ മച്ചാൻ നാളെ തരം കഴിഞ്ഞ് വിദേശത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നിങ്ങൾ അറിയിക്കണം. വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട്. നിങ്ങൾ ഏവരും പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. നമുക്ക് മറ്റു സഹായങ്ങളൊന്നും അല്ലേ? 100% പ്രാർത്ഥന തന്നെയാണ് മുഖ്യ പ്രാർത്ഥന. അതെ. അപ്പൊ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ ജിദ്ദയിൽ അവിടെ ഏത് കമ്പനിയാണ്? ജിദ്ദയിൽ ഞാൻ അവിടെ ഒരു ജിദ്ദയുടെ ട്രാഫിക് ഡയറക്ടറുടെ വീട്ടിലാണ്. അപ്പൊ ഞാൻ കമ്പനിയിലായിട്ടാണ് പോയത്. അപ്പൊ ആ കമ്പനിയിൽ എന്നെ ഇഷ്ടപ്പെട്ടു. അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ച് അങ്ങനെ 22 വർഷം കൊണ്ട് അയാളുടെ വീട്ടിലാണ്. അയാളെ മക്കൾക്കൊക്കെ ജോലിയായി. എല്ലാവരും വലിയ പൊസിഷനിലായി. 4 മക്കളായിരുന്നു. പെൺകുട്ടികളൊന്നുമില്ല. എന്റെ വിശ്വസ്തത കൊണ്ട് ഞാൻ 22 വർഷം അദ്ദേഹത്തിന്റെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. 22 വർഷം. അപ്പൊ അത്രയും സത്യസന്ധതയോടുകൂടി വിശ്വസ്തയോടുകൂടി നിന്നാൽ മാത്രമേ 22 വർഷം ഒരു കമ്പനിയിൽ തന്നെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പം നന്നായിട്ട് മുന്നോട്ട് പോകണല്ലേ. ജിദ്ദയിൽ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കമന്റ് ചെയ്താൽ അവരെ ജിദ്ദയിലേക്ക് കൊണ്ടുപോകോ? ഉറപ്പല്ലേ? എന്താ കുഴപ്പം? എല്ലാവരെയും കൊണ്ടുപോകും കേട്ടോ. നിങ്ങൾ എല്ലാവരെയും ജിദ്ദയിലേക്ക് കൊണ്ടുപോകും. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പക്ഷെ ജിദ്ദയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. എങ്കിലേ ജിദ്ദയിൽ കൊണ്ടുപോകുള്ളൂ. കാരണം അങ്ങനെ വേണം. അപ്പം നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ വീഡിയോസ് എല്ലായിടത്തും. അപ്പം ജിദ്ദയിൽ ഇനി പോയി 2 വർഷം കഴിഞ്ഞ് എത്തും അല്ലേ? അതൊന്നുമല്ല, ചിലപ്പോൾ 1 വർഷത്തിനുള്ളിൽ വരും. ആൾ വിടുന്നതാണ്. വർഷമാകുമ്പോൾ വീട്ടിൽ വിടുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് 1 വർഷത്തിനകം വരും. 1 വർഷത്തിനകത്ത് വരും.
അവിടെ നല്ല കാലാവസ്ഥയാണ്. ഇപ്പൊ എന്താ കാലാവസ്ഥയാ? ഇപ്പൊ ചൂടാണ് കാലാവസ്ഥ. ഞാൻ വരുമ്പോഴൊക്കെ നല്ല ചൂടായിരുന്നു, എന്നാലും ഇപ്പോഴും നല്ല ചൂട് തന്നെ, തണുപ്പായിട്ടില്ല. എന്നാലും നല്ല ക്ലൈമറ്റ് ആണ്. നമ്മുടെ കേരളത്തിന്റെ ക്ലൈമറ്റ് ആണ് ഏത് സമയവും ജിദ്ദ. ചൂടും അല്ല തണുപ്പും അല്ല. ആളുകൾക്ക് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് കഴിഞ്ഞു പോകാനുള്ള നല്ല ഒരു അന്തരീക്ഷമുള്ള സ്ഥലം എന്ന് പറയുന്നത് ജിദ്ദ തന്നെയാണ്. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വരാം. നമ്മൾ നല്ല ഒരു ചായ കുടിക്കാൻ വേണ്ടി തൊട്ടടുത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഒരു കടയുടെ അടുത്തേക്ക് നമ്മളിപ്പോൾ നിർത്തും. അപ്പോൾ അവിടെ നിന്ന് ചായ കുടിച്ച് നല്ല കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നല്ല ഉള്ളിവടയൊക്കെ കഴിച്ചിട്ട് പോയാൽ, ഉള്ളിവട നല്ലതാണ് കേട്ടോ, സവാള വട. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ തിരിക്കും. നിങ്ങൾ ഏവരും പ്രാർത്ഥിക്കണം. അദ്ദേഹം മനസ്സ് നിറഞ്ഞ ഒരു മനുഷ്യനാണ്. എന്തായാലും അതുപോലുള്ള സുഹൃത്തുക്കളെ കിട്ടിയതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ ഇനിയും വരും, അടുത്ത ട്രാവൽ ബ്ലോഗുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഇത് ഷെയറൊക്കെ ചെയ്ത് ഒക്കെ മുന്നോട്ട് പോവുക. സംശയങ്ങളൊക്കെ ഉള്ളവർ ചോദിക്കുക. നമ്മുടെ അദ്ദേഹം സാഹിബ് അതിനുള്ള മറുപടി കമൻറ്റിലൂടെ നിങ്ങൾക്ക് തരും. അദ്ദേഹം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും, എന്നിട്ട് കമൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട മറുപടികളൊക്കെ തരും. ജിദ്ദയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് നമ്പരൊക്കെ വാങ്ങി അദ്ദേഹത്തോടൊപ്പം പോകണം കേട്ടോ. അപ്പോൾ എല്ലാ സഹായങ്ങളും ചെയ്യും. ഞങ്ങൾ ഇവിടുന്ന് വണ്ടി ടേൺ ചെയ്യുന്നു. എന്തായാലും വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം കേട്ടോ. നന്ദി. ഓക്കെ.